ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ. അന്നേരം രാവിലെ നമ്മൾ ദോശയും സാമ്പാറും ഇഡലിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വരുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ. അന്നേരം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഗീത ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ലേ മീനാന്നിപ്പം. ഉണ്ട് ചേച്ചി, എപ്പോഴും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ആഴ്ച 2 പ്രാവശ്യം ഈ വള്ളത്തെ സാധനങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. അന്നേരം നിങ്ങൾക്കെല്ലാം ഈ വള്ളക്കാരൻ ചേട്ടൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അന്നേരം ഞാൻ പോയി ഗീത ചേച്ചിക്ക് വേണ്ടി ഒന്നെടുത്തതാണ്. 2 ദിവസവും കമൻറ്റ് വന്നു കേട്ടോ, വള്ളക്കാരൻ ചേട്ടനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം നമുക്ക് ഈ പുറകിൽ കണ്ടമായതുകൊണ്ട് നല്ല കാറ്റാണ് കേട്ടോ തീ കത്തിക്കുന്ന സമയത്ത്. അന്നേരം ഞാൻ കുറച്ച് ചൂട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേനും അതങ്ങ് ആളി കത്തി കേട്ടോ. ഞാനതാണ് ഈ അടുപ്പിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നത്. അന്നേരം കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്നു. കാരണം നമ്മുടെ പുറകിലോട്ടിങ്ങനെ കണ്ടമായതുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കര കാറ്റ് വരുമ്പം ഇതങ്ങ് ആളി കത്തും കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് ഈ പുറകിലിങ്ങനെ വല കെട്ടിയിരിക്കുവാണല്ലോ, നെറ്റ് പോലത്തെ വലയാണ് നമ്മൾ ഈ പുറകിലൊക്കെ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തീ കത്തിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നേരം ഞാൻ അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞ് അരിയിടലെന്നാണല്ലോ നമ്മുടെ പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ അരി ഇട്ട് കൊടുക്കും. കുറേ കിളികൾ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓടും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങ് കഴുകിയിട്ട് രാവിലെ തന്നെ കഴുകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി അങ്ങ് തീരുമല്ലോ അല്ലേ. പുറത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഈ തുണി അലക്കും പിന്നെ മിറ്റം തൂപ്പുമാണ് അല്ലേ. അന്നേരം ഈ സൈഡെല്ലാം ഞാൻ രാവിലെ തന്നെ തൂത്തുവാരി ഇട്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് ജോലിയുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കുറച്ച് പച്ചോല ഇങ്ങനെ ചീകാൻ വേണ്ടി ഇട്ടില്ലായിരുന്നു. അതെല്ലാം ഇന്ന് നമുക്ക് നമുക്ക് ചൂലുണ്ടാക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം കുറച്ചിരുന്ന് ഞാൻ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇന്ന് ഞാൻ ചൂലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്നേരം നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ ജോലികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാർ ഒരുപാടുണ്ടല്ലേ. ചിലർക്കൊന്നും ഇത് കാണുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം ഇങ്ങനെയുള്ള വീട്ടുകാര്യങ്ങളൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അന്നേരം നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ വീട്ടിലെ ജോലികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ചാനലുണ്ട് നമ്മുടെ യൂട്യൂബിലല്ലേ. അന്നേരം ഇതൊക്കെ കാണാനും കണ്ടിരിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഞാനിപ്പം വീഡിയോ ഇടുന്നില്ലേന്ന്. അന്നേരം നോട്ടിഫിക്കേഷൻ ഒരുപാട് പേർക്ക് ചെല്ലാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അന്നേരപ്പോഴത്തേന് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിന് കുറേ ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്നിട്ട് പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം ഇന്നും എന്നോട് വിളിച്ച് ചോദിച്ചു കേട്ടോ, മീന നീ വീഡിയോ ഇടുന്നില്ലേന്ന്. പിന്നെ ഞാനിപ്പം വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, കാണാൻ പറ്റാത്തവരൊക്കെ. അന്നേരം നമ്മുടെ ചാനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അൺസബ്സ്ക്രൈബ് ആയി പോയി കാണും. അന്നേരം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അന്നേരം നമ്മൾ ഈ ചൂലൊക്കെ ഉണ്ടാക്കാനായിട്ട് വന്നിരുന്നതാണ്. കുറേ സമയം എടുത്തു കേട്ടോ, ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഞാൻ ചൂലുണ്ടാക്കുമെന്ന് തന്നെ വിചാരിച്ചാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. അന്നേരം നമ്മൾ ഈ സമയത്ത് സാമ്പാർ മാത്രമേ രാവിലെ വെച്ചിട്ടുള്ളൂ. ഇനി എനിക്കൊരു ചിക്കൻ കറി വെക്കാനുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ചിക്കനൊക്കെ പുരട്ടി വെളി വെച്ചിരിക്കുവാണ്. അന്നേരം നമുക്ക് ഇതൊന്ന് ചീകി വെച്ചിട്ട് വേണം പോയി ചിക്കൻ കറി വെക്കാൻ വേണ്ടി. എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്.
നമ്മുടെ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിലൊക്കെ ആൾക്കാർ പോകും കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. നമ്മൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിക്കുമല്ലോ. അന്നേരം എന്നോട് ആരോ ചോദിക്കുവാണ് ഫോട്ടോ എടുക്കുവാണെന്ന് കേട്ടോ. ഞാനിവിടെ ട്രൈപോഡ് വെച്ചിരിക്കുവാണ്. ഇപ്പം നമുക്ക് ഇങ്ങനൊരു ചാനലുണ്ടെന്ന് മിക്കവർക്കും അറിയാം കേട്ടോ. നേരത്തെ ഒന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ചൂല് കണ്ടോ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ചൂല് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ. കുറച്ച് മെനക്കെട്ടാലും നമുക്കിതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതില്ലേ. അന്നേരം ഞാൻ ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി. അന്നേരം പെട്ടെന്ന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയും സവാളയും എടുത്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ തക്കാളി ഒന്ന് അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ അരച്ച് ചേർക്കാനൊന്നും പോയില്ല. ഒന്നാമത് സമയം പോയി, ഉച്ചയാകാറായല്ലോ നമ്മൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന്. അപ്പം പിന്നെ ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുകയാണ്. പിന്നെ നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ചിക്കനകത്ത് നേരത്തെ തന്നെ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചേക്കും കേട്ടോ. അന്നേരം ആ ചിക്കനകത്തോട്ടേക്ക് എല്ലാം പിടിച്ചേക്കും കണ്ടോ. എല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. അന്നേരം ഞാൻ അതിനകത്ത് ഉപ്പും പുരട്ടി വെച്ചേക്കും കേട്ടോ. നമ്മുടെ ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേന് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതൊരു കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അന്നേരം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചിക്കൻ കറി വെക്കുന്നതിനകത്ത് മീറ്റ് മസാല ഇട്ട് കൊടുക്കാറില്ല. നമ്മൾ ഈ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടൊരു ശകലം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നല്ലവണ്ണം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഇച്ചിരി ഗ്രേവി വേണം കേട്ടോ. അന്നേരം ചിക്കനകത്തുനിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങും. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്കിവിടെ ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അന്നേരം നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണം. അന്നേരം ഞാൻ തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ. എന്നിട്ട് ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇല്ലേ. അന്നേരം ഞങ്ങൾ ഒന്നീ തേങ്ങ അരച്ച് ചേർക്കും, അല്ലെ തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ചിക്കൻ കറി വെക്കത്തുള്ളൂ. നമുക്ക് ഇവിടെ തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ തേങ്ങാക്കൊത്തൊക്കെ തന്നെ മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കനകത്ത്. ഇനിയിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കടുക് താളിച്ച് കൊടുത്താൽ മാത്രം മതി. അന്നേരം പെട്ടെന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു. അന്നേരം രാവിലെ ഞാൻ സാമ്പാർ വെച്ച് ഇരിപ്പുണ്ടല്ലോ. അന്നേരം പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ കടുക് താളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കടുകും പിന്നെന്താണ് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ചിക്കൻ കറിക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ച വരെയുള്ള നമ്മുടെ ജോലികളൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങി ഇരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി കേട്ടോ. ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണമല്ലോ. അന്നേരം നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നതും. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരുടെ വീഡിയോ ഒക്കെ കണ്ടു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ സൈഡ് തൂക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. നമ്മൾ ഓലയൊക്കെ ചീകി കഴിഞ്ഞപ്പോഴത്തേന് അവിടെയൊക്കെ ഓലയൊക്കെ കിടപ്പുണ്ട് ചീകിയത്. അതൊക്കെ ഒന്ന് എടുത്ത് ഇന്ന് തീയൊക്കെ ഇടണം. അന്നേരം പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.